സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ വിനടൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൻ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്ഥിതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ ഇളാവൃതത്തിലത്തെ കാര്യം പറഞ്ഞു, ഭദ്രാശ്വത്തിലത്തെ കാര്യം പറഞ്ഞു, പടിഞ്ഞാറ് വശത്തെ കേതുമാലത്തിൽ പറഞ്ഞു, തെക്ക് വശത്തെ ഹിരണ്മയം പറഞ്ഞു. ഇനി വടക്ക് ഭാഗത്തുള്ളതാണ് രമ്യകം പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ അതിൻ്റെയും വടക്കു ഭാഗത്തുള്ള ഹിരണ്മയത്തിൽ പറഞ്ഞു കൂർമ്മസ്വരൂപത്തിലാണ് എന്ന്. ഇനി ഒരു വടക്കും കൂടിയുണ്ട്, 3 വടക്കുണ്ട്. ഏറ്റവും ഇളാവൃതത്തിൻ്റെ തൊട്ട് ഉള്ള വടക്ക്, അതിൻ്റെ അപ്പുറത്തൊരു വടക്ക്, അതിൻ്റെ അപ്പുറത്തൊരു വടക്ക്, തെക്കും അങ്ങനെ 3 ഉണ്ട്. പടിഞ്ഞാറും വഴക്കും ഓരോന്നും ഇങ്ങനെയാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ രമ്യകത്തിൽ തദ്വർഷനാഥ മനു ഉപാസിക്കുന്ന സ്വയംഭൂമനു, പിതൃക്കളുടെ ആയിട്ടുള്ള അര്യമാവ് ഉപാസിക്കുന്നു മത്സ്യാകൃതി, മത്സ്യസ്വരൂപമായിട്ട്. അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹിരണ്മയത്തിൽ കർമ്മഠകാമടാംഗം, സമർത്ഥനായിരിക്കുന്ന കൂർമാവതാരം. ഇനി അതിൻ്റെ വടക്ക് ഭാഗത്തുള്ളതാണ് അടുത്ത ശ്ലോകം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈ ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർമ്മ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. ശ്ലോകത്തിൻ്റെ അവസാനം തന്നെ മനസ്സിലാവും വരാഹമൂർത്തിയായിട്ടാണ് ഉപാസിക്കുന്നത്. വരാഹമൂർത്തേ, അങ്ങയെ ഞാനും ഉപാസിക്കട്ടെ. പിന്നെ ആരാ ഉപാസിക്കണം? ഞാനല്ലാണ്ട്. കിഞ്ച ഉത്തരേഷു കുരുഷു, ഉത്തരഗുരു എന്നാണ് വർഷത്തിൻ്റെ ഒറ്റ വാക്കിലുള്ള പേര്. ഉത്തരേഷു കുരുഷു, കുരുഷു എന്നോട് ചുരുക്കി പറഞ്ഞിരിക്കണം. ഉത്തരഗുരു എന്നാണ് ശരിക്കും. വടക്ക് ഭാഗത്തുള്ള കുരുവർഷത്തിൽ നിന്ന് ചുരുക്കി പറയാറുണ്ട് അതിനെ കുരുവർഷം. ഉത്തരഗുരു എന്നാണ് ശരിക്കും പറയേണ്ടത്. തൊട്ട് വടക്ക് ഭാഗത്ത് രമ്യകം, അതിൻ്റെ വടക്ക് ഭാഗത്ത് ഹിരണ്മയം, അതിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്ത്, പിന്നെ അപ്പുറത്തേക്ക് ഇല്ല. ഏതാണ് വർഷം? അതായത് ഉത്തരഗുരു എന്നുള്ള വർഷത്തിൽ, ഗുരുവർഷം എന്നും പറയാം. അവിടെ യജ്ഞവരാഹമൂർത്തിയായിട്ട് അങ്ങയെ ഉപാസിക്കുന്നു. അല്ലെ ഗുരുവായൂരപ്പ, ഞാനും അങ്ങയെ ആ കൂട്ടത്തിൽ ഞാനും കൂടി ഭജിക്കട്ടെ. അപ്പം ഇവിടെ ആരൊക്കെയാണ് ഉപാസിക്കുന്നത്? ഓരോന്നിലും ഓരോന്ന് പറഞ്ഞല്ലോ. പ്രിയയാധരണ്യ, വരാഹമൂർത്തിയുടെ ഏറ്റവും വലിയ ഉപാസക പത്നിയായിരിക്കുന്ന ഭൂമിദേവിയാണ്. അവൻ്റെ പത്നിയാണ് ഭൂമിദേവി, ലക്ഷ്മീദേവി ഒക്കെ പറയുമല്ലോ. അതുപോലെ തുളസി, ഗംഗ, അങ്ങനെയൊക്കെയുള്ള പത്നിമാരുണ്ട്. വിഷ്ണുവിന് നമ്മൾ വിചാരിക്കണ പത്നി ലക്ഷ്മി, ഭൂമി മാത്രമല്ല ഉള്ളൂ. വേദപ്രസിദ്ധ പല പത്നിമാരുണ്ട്. അതിൽ തന്നെ ഗംഗ, തുളസി എന്നൊക്കെ ദൈവഭാഗവത്തിൽ പല പത്നിമാരെ പറയും. ഭൂമിയടക്കം 5 പത്നിമാരുണ്ട്. ഇവിടെ ഭൂമിദേവി പ്രിയയാധരണ്യ. എന്നിട്ട് പറയണേ എങ്ങനെയാ? സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദേഹി, സംസേവിതോ സംസേവിക്കപ്പെടുന്നു വളരെ വിശിഷ്ടങ്ങളായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ട്. മഹിതമന്ത്രനുതി പ്രഭേദേഹി, മന്ത്രവും കാര്യങ്ങളൊക്കെ ശ്രീമദ് ഭാഗവത്തിൽ പറയും. അത്തരം മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ വിശേഷണം അടുത്ത 3-ാമത്തെ വരി ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗതിപ്രവഷ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. ദംഷ്ട്രയാണ് പന്നികളുടെ പ്രധാന ആയുധം. അവർക്ക് ആയുധമൊന്നും എടുക്കണ്ട, വേറൊന്നും കയ്യിൽ കരുതും വേണ്ട. അവരുടെ ശരീരത്തിലുള്ള ദംഷ്ട്ര, അതുകൊണ്ടാണ് ഹിരണ്യാക്ഷൻ താഴ്ത്തി വെച്ച ഭൂമിയെ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചത്. അതാണ് ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർമ്മ എന്ന് പറഞ്ഞത്. തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്ന് ഉരുമ്മിയ
അപ്പോൾ അത്ര ഉയരം ഉണ്ട്, ആലോചിച്ച് നോക്കിയാലേ. ആകാശം വരെ മുട്ടത്തക്ക വിധത്തിലുള്ള വലിപ്പമുള്ള കാലുകളാണ് വരാഹമൂർത്തിക്കുള്ളത്. എല്ലാ ശരീരഭാഗവും, കാല് മാത്രമല്ല, കാല് തന്നെ അത്ര ഉയരമുണ്ടെങ്കിൽ ബാക്കി ശരീരഭാഗങ്ങൾ പർവ്വതാകാരം എന്ന് പോലും പറഞ്ഞാൽ പോരാ, പർവ്വതത്തിനേക്കാളും ഉണ്ടാവണം. അവിടെ ദംഷ്ട്രയിൽ അഗ്രകൃഷ്ട ഖനം എന്ന് പറഞ്ഞാൽ മേഘം, ഖനം മേഘം. ദംഷ്ട്രാഗ്രം ഖനത്തിൽ മുട്ടിയിരിക്കുന്നു, മേഘത്തിൽ മുട്ടിയിരിക്കുന്നു. ദംഷ്ട്രാഗ്രകൃഷ്ട ഖന പൃഷ്ഠഗരിഷ്ടവർമ്മ, അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്നുരുമ്മിയ ഊക്കൻ ശരീരമുള്ള, വലിയ ശരീരമുള്ള, ഗരിഷ്ഠവർഷ്മ എന്ന് പറഞ്ഞാൽ വലിയ ശരീരമുള്ള അവിടുന്ന് വരാഹമൂർത്തേ. പിന്നെ പറഞ്ഞു ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്നു. ഭൂമിദേവി മാത്രമാണോ? അല്ല. വിജ്ഞനുത, വിജ്ഞൻ അറിവുള്ളവർ, അറിവുള്ളവർ അങ്ങയെ സ്തുതിക്കുന്നു, ഭൂമി സ്തുതിക്കുന്നു. ധരണ്യ സംസേവിതോന്ന് നേരത്തെ പറഞ്ഞു, വിജ്ഞനുത എന്ന് വീണ്ടും പറഞ്ഞു. അറിവുള്ള പല മഹത്തുക്കളും ഭൂമിദേവിയും അങ്ങയെ സ്തുതിക്കുന്നു. ഒരാൾ മാത്രമല്ലല്ലോ സ്തുതിക്കണം, പല ഇതിലും നമ്മൾ കണ്ടു. പ്രഹ്ലാദൻ്റെ മുഖ്യ പുരുഷേ കൂടെ ആൾക്കാരുണ്ട്, ശിവൻ്റെ കൂടെ ഗൗരി ആൾക്കാർ വേറെയുണ്ട്, ഒക്കെ പലവരും സ്തുതിക്കപ്പെടുന്നു. എല്ലാവർക്കും വേണം ഭഗവാനെ. ഇപ്പം കിഞ്ചോത്തരേഷു കുരുഷു, ഉത്തരഗുരുവിൽ പ്രിയയാധരണ്യ പത്നിയായിരിക്കുന്ന ഭൂമിയാൽ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദേഹി, മഹിതമന്ത്രനുതി പ്രഭേദേഹി സംസേവിതോ. ഇതങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിവിടെ പ്രതിപാദിക്കുന്നില്ല. അത്രയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദശകം കൊണ്ട് ഒന്നേ പറയാൻ പറ്റൂ. ഇവിടെ ഒരു ദശകം കൊണ്ട് ഇതൊക്കെ പറയണം. ആണോ കവിയുടെ ഉദ്ദേശം? അപ്പം അതിലൊതുക്കല്ലേ പറ്റൂ. മഹിതമന്ത്രനുതി പ്രഭേദ യജ്ഞവരാഹമൂർത്തേ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് പല മന്ത്രങ്ങളുണ്ട്. ഭൂമിക്ക് ഒരുപാട് മന്ത്രങ്ങളൊക്കെ കാണാം, ദൈവഭാഗവത്തിൽ നോക്കിയാൽ കാണാം. ഈ സ്വരൂപത്തെ പറഞ്ഞിട്ടുണ്ട് ദംഷ്ടാഗ്ര കൃഷ്ടഖന പൃഷ്ട. ദംഷ്ട്രയുടെ അറ്റം മേഘം മുട്ടത്തൊക്കെ, ഖനം മേഘം. പൃഷ്ടഗരിഷ്ടവത്മ, വലിയ ശരീരത്തോടു കൂടിയിട്ട്, ആനയേക്കാളും വലിപ്പമുണ്ട്. ഈ ആരാസ്തുതിക്കപ്പെട്ടു ഭൂമിയെ കൂടാതെ. വിജ്ഞനുത, അറിവുള്ള വിജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്ന യജ്ഞവരാഹമൂർത്തിയെ ത്വം പാഹി, അല്ലെങ്കിൽ യജ്ഞവരാഹമൂർത്തിയെ അങ്ങനെ രക്ഷിച്ചാലും. എടുത്തത് യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യോ. ഇനി തെക്കോട്ട് പോരുകയാണ് കേട്ടോ. വടക്ക് ഭാഗത്ത് 3 കഴിഞ്ഞ് ഏതൊക്കെയാ? രമ്യകം, അതുപോലെ തന്നെ ഇരൺമയം, ഉത്തരഗുരു. ഞാൻ പറഞ്ഞു ഒരു പ്ലസ് ഇട്ടിട്ട് വടക്ക് ഭാഗത്ത് 3 എഴുതുക, തെക്ക് ഭാഗത്ത് 3 എഴുതുക, പടിഞ്ഞാറ് ഭാഗത്ത് 1 എഴുതുക, ഭാഗത്ത് 1 എഴുതുക. ഒറ്റ നോട്ടത്തിന് വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയും. അപ്പം 3 വടക്ക് ഭാഗത്ത് കഴിഞ്ഞു, പടിഞ്ഞാറ് കഴിഞ്ഞു, കിഴക്കും കഴിഞ്ഞു. 3, 1, 4, 5 കഴിഞ്ഞ് 3 എവിടെ വരിക? തെക്ക് ഭാഗത്താണ്. അപ്പോൾ ആ തെക്ക് ഭാഗത്ത് യാം യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ, കിംപുരുഷം എന്ന പേരാണ് തെക്ക് ഭാഗത്ത് ഇളാവൃതത്തിൻ്റെ തൊട്ട് കിടക്കുന്നത്. സംസേവിതോ ഹനുമതോ ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി. ആര്യ വചിക്കുന്നത് വ്യക്തമായി സീതാഭിരാമ, സീതയോട് ചേർന്ന രാമൻ, സീതാരാമനായിട്ട് സീതയോട് കൂടി വിളങ്ങുന്ന രാമനോട് കൂടിയിട്ട്. രാമാത്മക പരിലസൻ പരിവാഹി വിഷ്ണു. സീതാഭിരാമൻ സീതയോടുകൂടി വിളങ്ങുന്നവൻ, അഭിരാമൻ വിളങ്ങുന്നവൻ. വളരെ സ്ത്രീലിംഗാക്കിയിട്ട് അഭിരാമി എന്നൊക്കെ പേരാക്കിയിട്ടുണ്ട്. പോലെ വലിയ അർത്ഥമൊന്നുമില്ല, അഭിരാമൻ തന്നെ പറയുള്ളൂ. അഭിരാമി എന്നുണ്ടാക്കിയ അഭിരാമി എന്നൊരു വാക്കില്ല, അഭിരാമൻ. സീതയാൽ സുന്ദരനാക്കപ്പെട്ട, സീതയോട് കൂടി തേജസ് കൂടി വർദ്ധിച്ചു. അപ്പം സീതയോട് കൂടി അഭിരാമനായ, സുന്ദരനായ, തേജസ്വിയായ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പരമാത്ഭുത രൂപശാലി, അദ്ഭുത സ്വരൂപിയായ രാമാത്മക, രാമരൂപിയെ ശോഭിക്കുന്നവനെ പരിവാഹി വിഷ്ണു, അതിനെ പരിലസിക്കുന്ന വിഷ്ണു അങ്ങനെ രക്ഷിച്ചാലും. ആദ്യത്തെ ഭാഗം യാം യാം ദിശം ഭജതി, ഇളാവൃതത്തിൻ്റെ തെക്ക് ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത്. കിംപുരുഷാഖ്യവർഷേ, കിംപുരുഷം എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. ഇളാവൃതത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് യാമ്യ എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ, ഇളാവൃതത്തിൻ്റെ തെക്ക് ഭാഗത്ത് കിംപുരുഷാഖ്യവർഷേ, കിംപുരുഷം എന്ന് പേരുള്ള വർഷത്തിൽ
ഹനുമാനാൽ സേവിക്കപ്പെടുന്നു. പ്രധാന ഉപാസകൻ ഹനുമാനാണ്. സംസേവിതോ ഹനുമതോ ദൃഢഭക്തിഭാജ. ഇത്രത്തോളം ഭക്തിയിൽ ഒരാളെ കാണാൻ പ്രയാസ. നരസിംഹമൂർത്തിയുടെ ഭക്തൻ എപ്രകാരം പ്രഹ്ലാദനായോ അതേപോലെ നെഞ്ഞ് കീറി അതിൻ്റെ ഉള്ളിൽ രാമനെ കാണിച്ചു കൊടുത്ത ആളാണ് ഹനുമാൻ. ഇത്രയധികം ഉള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭക്തൻ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടാവാം, വളരെ സംശയമാണ്. അപ്പം അത്തരത്തിൽ ദൃഢഭക്തിഭാജ, സ്വാമിക്ക് വേണ്ടി മരിക്കാനും തയ്യാറായ ഭൃത്യഭക്തി അല്ലെങ്കിൽ ദാസ്യഭക്തിയാണ് ഹനുമാൻ്റെ. ഓരോരുത്തരുടെ ഭക്തി ഓരോന്നാണല്ലോ. അർജുനൻ്റെ സുഹൃത്ത് എന്ന നിലയ്ക്കുള്ള സഖ്യഭക്തിയാണ്, സുഹൃത്താണ്. സുഗ്രീവൻ്റെയാണ് സഖ്യം ചെയ്തിട്ടുള്ള ഭക്തി. അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാണ് ആ സഖ്യം പാലിക്കാൻ. സഖ്യഭക്തി. സൗഹൃദം എന്ന രീതിക്കാണ് ഹനുമാൻ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇവിടെയോ ദാസഭക്തിയാണ്, ദാസ്യഭക്തിയാണ്. ദൃഢഭക്തിഭാജ ഹനുമത സേവിക്കപ്പെട്ട സംസേവിതോ ഹനുമത സംസേവിത, ഹനുമാനാൽ സേവിക്കപ്പെടുന്ന ദൃഢഭക്തിയോട് കൂടിയിട്ട് സീതാഭിരാമനായ, സീതയോടുകൂടി ശോഭിക്കുന്ന അത്ഭുതരൂപശാലിയായ രാമസ്വരൂപ, രാമരീതിയിലുള്ള വിളങ്ങുന്ന പരിലസൻ വിളങ്ങുന്നതായ വിഷ്ണു എന്നെ രക്ഷിക്കണമേ. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിത മന്ത്രനുതി പ്രഭേദൈ തംഷ്ട്രാഗ്രകിഷ്ടകന പൃഷ്ടഗരിഷ്ടവത്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. ഏറ്റവും വടക്ക് ഭാഗത്ത് ഉത്തരഗുരു, അവിടെയാണ് വരാഹസ്വരൂപത്തിലുള്ളത്. ആദ്യം രമ്യകം, പിന്നെ ഇരൺമയം, പിന്നെ ഉത്തരഗുരു, മൂന്നെണ്ണമായി. ഇവിടെ പറഞ്ഞു യാമ്യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ. കിംപുരുഷത്തിൽ തെക്ക് ഭാഗത്ത് ആദ്യത്തേതാണ് കിംപുരുഷം. അതിൽ ഹനുമാൻ ആ സേവിക്കപ്പെട്ട ദൃഢമായിരിക്കുന്ന ഭക്തിയോഗത്താൽ, ദാസ്യഭക്തി യോഗത്താൽ എന്ന് പറയാം, സേവിക്കപ്പെട്ട സീതാഭിരാമനായ അത്ഭുതാകാരനായ രാമസ്വരൂപ, വിളങ്ങുന്ന രാമസ്വരൂപ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഭാഗത്ത് രണ്ടെണ്ണം കൂടി ഉണ്ട്. ഒന്ന് ഭാരതഖണ്ഡം എന്ന് പറഞ്ഞിട്ടൊന്ന്. അത് പിന്നെയൊക്കെ ദ്വീപുകൾ അങ്ങനെയുള്ളതിനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കിംപുരുഷത്തിൽ രാമസ്വരൂപനായിട്ടാണ് ഭജിക്കുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.